ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇങ്ങതാ ആ വഞ്ചിയില് മറക്കല്ലേ. എല്ലാവർക്കും നല്ല ക്ഷീണം കാണും. ക്ഷീണമാവട്ടെ, ദാ ഈ മോര് കുടിക്ക്. ക്ഷേത്രം അടച്ചു. എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ദീപാരാധനയിൽ പങ്കെടുക്കാൻ പറ്റി. പ്രസാദം. ഞാനൊന്ന് വീണുപോയപ്പോ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ കയറിപ്പോയത് തീരെ ശരിയായില്ല. ആര് പറഞ്ഞു ശരിയായില്ലെന്ന്? അത് തന്നെയാണല്ലോ ചേച്ചി നേരത്തെ ചെയ്തത്. ഈ ചേച്ചി ക്ഷീണിച്ചിരുന്നപ്പോ ഞാൻ പറഞ്ഞതല്ലേ അവിടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് കയറാന്ന്. അപ്പൊ ചേച്ചിക്ക് ആദ്യം കയറാൻ വേണ്ടി ഈ ചേച്ചി ഉപേക്ഷിച്ച് അങ്ങ് മല കയറിപ്പോയി. ചേച്ചിയുടെ മനസ്സിലിരിപ്പ് ഇവിടുത്തെ ദൈവങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാത്രിയിലെ പൂജകളിൽ പങ്കെടുക്കാം. ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടി ആ മണ്ഡപത്തിലേക്ക് ഇരിക്കാം. ഇപ്പൊ തൊഴാൻ പറ്റില്ലെന്ന് കരുതി വിഷമിക്കണ്ട. നാളെ അർച്ചനയോടൊപ്പം എല്ലാ പൂജകളും വഴിപാടുകളും അവന്തികടത്തേക്കും ചെയ്യാം. നമുക്ക് ആ മണ്ഡപത്തിലേക്ക് ഇരിക്കാം. ഞാൻ പിടിക്കണോ? വേണ്ട, എനിക്കറിയാം നടക്കാൻ. വാ വാ. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്നെ തോൽപ്പിച്ചു എന്നാവും അവളിപ്പോ മനസ്സിൽ വിചാരിക്കുന്നത്. എടി മോളെ, നീ ചെവി നുള്ളിക്കോ. തോൽക്കാൻ പോകുന്നത് നീയാ. ആ, ഇത് തന്നെയായിരിക്കും മൂർത്തി പറഞ്ഞ മോര് കലക്കി കൊടുക്കുന്ന സ്ഥലം. എല്ലാം മൂർത്തി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചാൽ മതിയായിരുന്നു. നാളത്തെ വഴിപാടുകൾ ഒരിക്കലും ഇവക്ക് ചെയ്യാൻ സാധിക്കരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ പിടിച്ച് നടത്താന്ന്. അപ്പൊ വാശി കൊണ്ടൊന്നും നടക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനപ്പൊ അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. അവന്തിയേട്ടത്തിയുടെ സ്വഭാവം അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടെ നമുക്ക് ഈ പൂജയിൽ പങ്കെടുക്കാം. വഴിപാടുകളെല്ലാം ഒരുമിച്ച് ചെയ്യാം. ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് രണ്ടുപേർക്കും കിട്ടട്ടെ. നീ ഇപ്പൊ പറഞ്ഞത് തന്നെയാ ഞാനും പ്രാർത്ഥിച്ചത്. എന്ത്? ഈ പൂജ കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായില്ലെങ്കിലും നിനക്ക് എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ഉണ്ണിയെ തന്നെ കിട്ടണമെന്ന്. അങ്ങനെയല്ലേ ആ ജോത്സ്യം പറഞ്ഞത്? അവന്തികടത്തേക്ക് ഇത്രയും വലിയ മനസ്സുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, സന്തോഷം. ഇനി കുറച്ചു നേരം നമുക്കിവിടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. എന്റെ എല്ലാ പ്രാർത്ഥനയും ഇപ്പൊ ഈ മോരിനകത്ത് കലക്കി നിനക്ക് കിട്ടും അർച്ചനെ. നാളത്തെ പൂജകൾ നടത്താൻ പിന്നെ നിനക്ക് ഉണരാനേ പറ്റില്ല. എടാ മോനെ, ഇങ്ങ് വന്നേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിനക്ക് ചെയ്യാവോ?
ഓ ചെയ്യാം. നീ ഇത് വെച്ചോ. എന്നിട്ട് ദാ ഈ മോരുണ്ടല്ലോ, ഇതോ അവിടെ ഇരിക്കുന്ന ആ ചേച്ചിയെ കണ്ടോ? ദോ ആ ഇരിക്കുന്ന ചേച്ചി. ആ കണ്ടു. നീ ഈ മോര് കൊണ്ടുപോയി ആ ചേച്ചിക്ക് കൊടുക്കണം. വേറെ ഗ്ലാസ് ഒന്നും മാറ്റി കൊടുക്കല്ലേ, ഈ ഗ്ലാസ് തന്നെ കൊടുക്കണേ. ആ ദേ ഇത്. ഛേ, ഇതിങ്ങത്താ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. സംശയിക്കണ്ട, ഞാനും ഇവിടെ ഈ സർവീസ് നടത്തുന്ന ആളാ. നിന്റെ കയ്യിൽ ഇതാരാ തന്നത്? ആ അങ്കിളാ. ആ നീ ഇതിങ്ങത്താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. നിന്നെ ദേ അവിടെ പൂജാരി വിളിക്കുന്നുണ്ട്. എന്നെയോ? അതെ, നിന്നെ തന്നെടാ. ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, നീ അങ്ങോട്ട് ചെല്ല്. ആ ദാ, നീ ഇത് കൊണ്ടുപോയി ആ വഞ്ചിയിലിട്ടേക്ക്. ഇങ്ങതാ, ആ വഞ്ചിയിൽ മറക്കല്ലേ. ആ എല്ലാവർക്കും നല്ല ക്ഷീണം കാണും. ക്ഷീണം ഒറ്റ ദാ ഈ മോര് കുടിക്ക്. ആ നിങ്ങൾ ആരാ? ഞാനൊരു മഹാദേവ ഭക്തനാ. ഇതൊരു സർവീസാ. പൂജയുള്ള എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടാവും. ഉം. നിങ്ങള് മോര് കുടിക്ക്. ദാ ആ പിന്നെ നിങ്ങളിവിടെ ഇരിക്കെ, എനിക്കിനിയും കുറച്ചുകൂടെ ജോലിയുണ്ട്. ഞാനിവിടെ തന്നെ കാണും, പിന്നീട് കാണാം. എന്നാ ശരി. ശരി.